ഇന്നത്തെ സ്പോക്കൺ ഹിന്ദി മലയാളം ക്ലാസ്സിൽ നമ്മളൊരു ചെറിയൊരു കുറച്ച് സെൻറ്റൻസുകൾ ക്രോഡീകരിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ രണ്ട് സെൻറ്റൻസ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞുതരാം. ആപ് അപ്നെ ബാരെ മേ ബതായിയെ, മേ അപ്നെ ബാരെ മേ ബതാവുങ്ക. ഇവിടെ രണ്ടും ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. അപ്നെ എന്ന് പറയുന്നൊരു സംഭവം, അപ്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തും അപ്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിൻ്റെ, മേ അപ്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ, ആപ് അപ്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ താങ്കളുടെ, അതേ ഉള്ളൂ കേട്ടോ. അപ്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസെൽഫ്, യുവർ സെൽഫ്, ദംസെൽഫ് എല്ലാം അപ്നെ സ്വന്തം എന്നുള്ള രീതിയിലാണ്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ തും എന്ന് പറയുന്നത് അപ്നെ എന്ന് പറയുന്നത് തും അപ്നെ ഘർ ജാവോ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോടും എന്നൊക്കെ പറയുന്ന മാതിരി അപ്നെ എന്ന് തന്നെ. അപ്പോൾ ആപ് അപ്നെ ബാരെ മേ ബതാവോ, അപ്പോൾ ബതായിയെ അങ്ങനെയും പറയാം. നിങ്ങളെ പറ്റിയിട്ട് പറയൂ. ആപ് അപ്നെ ബാരേമേ, ബാരേമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്കെ ബാരേമേ, മേരാ ഘർക്കെ ബാരേമേ വീട്ടിനെ കുറിച്ച്, അപ്നെ ബാരേമേ നിങ്ങളെക്കുറിച്ച്, ആ കുറിച്ച് എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ബാരേമേ എന്ന് പറയുന്നത്. ആപ് അപ്നെ ബാരേമേ താങ്കൾ, ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ, ആപ് അപ്നെ ബാരേമേ താങ്കളെക്കുറിച്ച്, അപ്നെ ബാരേമേ ബതായിയെ പറയൂ എന്നാണ് പറഞ്ഞത്. ബത്തായിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയൂ, ബത്താവോ പറയൂ, ബോലോ പറയൂ, കഹോ പറയൂ, അങ്ങനെ പലതും ഉണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇവിടെ ആ അപ്നെ ബാരമേ ബത്തായിയെ, അത് കുറേ വീഡിയോസ് കേൾക്കുന്നതിനനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. ആ അപ്നെ ബാരമേ ബത്തായിയെ, മേ അപ്നെ ബാരമേ ബത്താവുക, ഞാൻ എന്നെക്കുറിച്ച് ബത്താവുക, ഞാൻ പറയാം. ഐ വിൽ ടോക്ക് ടു മൈസെൽഫ്, ഐ വിൽ ടോക്ക് അബൌട്ട് മൈസെൽഫ്, എന്നെക്കുറിച്ച് തന്നെ പറയാമെന്നുള്ളതാണ്. മേ അപ്നെ ബാരമേ ബത്താവുക, ഞാൻ എന്നെക്കുറിച്ച് ഞാൻ പറയാം, ഞാൻ പറയും എന്നുള്ള, ബത്താവുക ഐ വിൽ എന്നുള്ളതാണ് വരുന്നത്. അതായത് പറയും, അതായത് പറയാം, ഞാൻ പറയാം, അതാണ് അവിടെ പറഞ്ഞത്. മേ അപ്നെ ബാരമേ ബത്താവുക, ഞാൻ എന്നെക്കുറിച്ച് പറയാം, ഞാൻ എന്നെക്കുറിച്ച് പറയും. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ പറയാൻ പോവുകയാണ്. അന്നാലാണ് നമ്മളെ ചങ്ങായി വരുന്നത്. എന്താണ് അതിൻ്റെ പേരെന്താണ്? നാടകത്തിൽ തിരശ്ശീല വീഴുന്നതിൻ്റെ രണ്ടാം ഭാഗം 2 ഒരാൾ കടന്നു വരുന്നു. കഹാ ഹേ വോ, എവിടെ പോയി അവൻ എവിടെ? കഹാ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കഹാ ഹേ, എവിടെയാണുള്ളത്? വോ അവൻ, കഹാ ഹേ വോ, അരേ പൈസ കഹാ ഹേ പൈസ, മേരാ പൈസ, എൻ്റെ പൈസ എവിടെ? കഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്നാണ്. കഹാ ഹേ വോ, അവൻ എവിടെ പോയി? അപ്നെ കമരേമേ, എൻ്റെ റൂമിൽ, മുറിയിൽ, എൻ്റെ മുറിയിലാണ്. കമരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിയിൽ. അപ്നെ കമരേമേ, എൻ്റെ മുറിയിലുണ്ട്. അപ്പോൾ അവൻ അങ്ങോട്ടേക്ക് പോവാണ്. അരേ ഉസ് തരഫ് കഹാ ജാ രഹേ ഹോ, ഉസ് തരഫ് കഹാ ജാ രഹേ ഹോ, ഉസ് തരഫ് കഹാ ജാ രഹേ ഹോ. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഉസ് തരഫ് കഹാ ജാ രഹേ, ഉസ് തരഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക്, ഉസ് തരഫ് ആ ഭാഗത്തേക്ക്, ഇസ് തരഫ് ഈ ഭാഗത്തേക്ക്. അരേ ഉസ് തരഫ് ആ ഭാഗത്തേക്ക്, കഹാ ജാ രഹേ ഹോ എവിടെ പോകുന്നു, കഹാ ജാ രഹ, ജാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുക എന്നുള്ളതാണല്ലോ, ജാവോ എന്നൊക്കെ നമ്മൾ പഠിച്ചാന്നല്ലോ. ജാ രഹേ ഹോ അതായത് കണ്ടിന്യൂസ് പ്രസൻറ്റ്, കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇംഗ്ലീഷിൽ വരിക എന്നുണ്ടെങ്കിൽ രഹേ ഹോ എന്ന് പറയുന്നത്. അരേ ഹേ ഉസ് തരഫ് കഹാ ജാ രഹേ ഹോ, ഉസ് തരഫ് കഹാ ജാ രഹേ ഹോ, ആ ഭാഗത്തേക്ക്, ഉസ് തരഫ് ആ ഭാഗത്തേക്ക് എവിടെ പോകാൻ മോന്? എന്നോടല്ല പറഞ്ഞ അപ്നെ കമരേമേന്ന്, എൻ്റെ റൂമിലാന്ന് പറഞ്ഞ. അന്നേരം പറയാണ്, ഓൻ പറഞ്ഞ് ഉസ് തരഫ് കഹാ ജാ രഹേ, എങ്ങോട്ട് പോകാന്ന് പറഞ്ഞാരോ? ആപ്കെ കമരേമേ, ആപ്കെ കമരേമേ താങ്കളുടെ മുറിയിലേക്ക്, താങ്കളുടെ മുറിയിൽ, ആപ്കെ കമരേമേ താങ്കളുടെ മുറിയിലേക്ക് പോകാൻ. അരേ സംജാവോസേ, ഓനെ പറഞ്ഞ് മനസ്സിലാക്കടോ, ഓനെന്താ പറയുന്നത് അപ്നെ കമരേമേന്ന്? അരേ സംജാവോസേ എന്ന് പറഞ്ഞ്, സംജോസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. മനസ്സിലാക്കൂ, സംജോസേ അവനെ മനസ്സിലാക്കൂ കേട്ടോ. മനസ്സിലായോ? സംജോസേ അവനെ മനസ്സിലാക്ക്. അയ്യാ ഉദർ നഹി ഹേ ഇധർ ഹേ, അവിടെയല്ല, ഇധർ ഹേ ഇവിടെയാണ്. നേരത്തെ പറഞ്ഞ ഉസ്തറഫ് ആ ഭാഗത്തേക്ക് എന്നാണ്. ഇസ്തറഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക്. അരേ ഉസ്തറഫ് കാ ജാ രഹേ ബൈ, കമരെ ഇധർ ഹേ, ഇസ്തറഫ് ജാവോ യാർ. അപ്പോൾ ഉദർ നഹി ഹേ ഇധർ ഹേ, അവിടെയല്ല ഇവിടെയാണ് സംഭവം, ഇങ്ങോട്ട് നിൽക്ക്. നീ എന്താണ്? എൻ്റെ മുതലാളി പറഞ്ഞിക്ക് സംജോ ഹുസൈൻ അവനെ മനസ്സിലാക്കാൻ പറഞ്ഞിക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മോനെ അങ്ങോട്ടല്ല, ഉദർ നെയ്യേ ഇധർ, ഇവിടെയാണ്.
ഉദർ നെയ്യേ അവിടെയല്ല. ഉദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ. ഉദർ നെയ്യേ അവിടെയല്ല, ഇതർ. കമര ഇതറേ, മുറി ഇവിടെയാണുള്ളത്. ഇതറേ ഇവിടെയാണുള്ളത്. ലേശം ഉറങ്ങേണ്ട സമയമാണ്. പ്രിപ്പയർ ചെയ്തതിന് ശേഷം ചെറിയൊരു ഉറക്ക് വരുന്നുണ്ട്. അതാണ് ഒരു കണ്ണൊക്കെ ഒരു കിണ്ണാകൃതിയിലുള്ള. ആരുമില്ല, എല്ലാവരും ഉറങ്ങിയേക്ക്. ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാ. അരേ ഉദർ നെയ്യേ വൈ, ഇതറേ അബ്കാ സാമാൻ ഇതറേ, നിങ്ങളെ സാധനം ഇവിടെയാണുള്ളത്, അങ്ങനെയൊക്കെ പറയല്ലേ. ആ അച്ഛാ അച്ഛാ അച്ഛാ, ഓക്കെ ഓക്കെ അച്ഛാ, ശരി ശരി. അബി സമജുകയ, അബി സമജുകയ. അബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ. അബി സമജുകയ, സമജുകയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമജുകയ, മനസ്സിലായി, അണ്ടർസ്റ്റുഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അബി സമജുകയ, ഇപ്പം മനസ്സിലായി. അബി സമജുകയ. അബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം. നമ്മൾ പറയില്ലേ അബി ഏ വക്ത് ഇസേ വക്ത് തും ഇധർ സെ നികൽ ജാओ, ഇവിടുന്ന് പോട്. അപ്പോൾ അബി സമജുകയ, ഇപ്പം മനസ്സിലായി, എല്ലാം മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയ വീഡിയോയിൽ കാണാമല്ലോ. നന്ദി.